नन्हा फनकार കുഞ്ഞു കലാകാരൻ. Class 4th Chapter 4 Meaning and Explanation in Malayalam. नन्हा फनकार। वह लड़का एक चौकोर लाल पत्थर के पास बैठ गया। उसने जल्दी जल्दी कोई प्रार्थना बुदबुदाई और चैनी हथौड़ा उठाकर अपने काम में जुड़ गया। ആ കുട്ടി ഒരു ചതുരത്തിലുള്ള ചുവന്ന കല്ലിൻ്റെ അടുത്തിരുന്ന് പെട്ടെന്ന് ധൃതിയിൽ എന്തോ പ്രാർത്ഥന ചൊല്ലി. ബുദ്ബുദായി എന്ന് പറഞ്ഞ് ചൊല്ലി. ഓർ ചൈനി ഹത്തോട ഉളിയും ചുറ്റികയും എടുത്ത് അവൻ്റെ ജോലിയിൽ മുഴുകി. കാമേ ചുടുകയാ. कुछ दिन पहले ही उसने इस पत्थर पर घंटियों की कतार और कड़ियाँ उकेरना शुरू किया था। കുറച്ച് ദിവസം മുന്നേ മാത്രമാണ് അവൻ ഈ പത്തറിൽ ഈ കല്ലിൽ മണിയുടെ മണി കടഞ്ഞെടുക്കുന്നതിനുള്ള കത്താരയും വരകളും പിന്നെ കടിയാം വളയങ്ങളും ഉണ്ടാക്കി തുടങ്ങിയത്. लड़के ने एक अधबनी अधूरी घंटी पर चैनी का नोक टिकाया और सावधानी पूर्वक हथौड़े से घंटी पर नक्काशी करने में जुड़ गया। അവൻ അധുബനി എന്ന് പറഞ്ഞാൽ ആദാബനി പകുതി മാത്രം പണി ചെയ്ത അധൂരി ഇൻകംപ്ലീറ്റ് അപൂർണമായിട്ടുള്ള മണിയിൽ ചേനി ഉളി വച്ചിട്ട് ഉളിയുടെ കൂർത്തഭാഗം വച്ചിട്ട് സാവധാനിപൂർവ്വക വളരെ ശ്രദ്ധയോടെ ഹത്തോടെ ചുറ്റിയുകൊണ്ട് മണി കൊത്തി ഉണ്ടാക്കാൻ തുടങ്ങി, കൊത്തി നിർമ്മിക്കാൻ തുടങ്ങി. हथौड़े के वार से पत्थर पे जो कटाव उभरता उससे पत्थर की किरचित चित्रा जाती और वह आंखें सिकोड़ लेता. ഹത്തോട കൊണ്ട് പ്രകരിക്കുമ്പോൾ അതിലുണ്ടാകുന്ന കട്ടാവ്, ചെറിയ കട്ടിങ്സ്, അതിൽ കട്ടിങ് ഉഫർണ മീൻസ് ഇൻക്രീസ് ചെയ്യുക, വർദ്ധിക്കുകയും ഒപ്പം ചെറിയ ചെറിയ കല്ലിൻ്റെ കഷ്ണങ്ങൾ ചിതറാന്ന് പറഞ്ഞാൽ ചിതറുന്നതന്നെ, ചിതറി കണ്ണിൽ അത് വന്ന് വീഴും ചിലപ്പോൾ. അതുകൊണ്ട് അവൻ കണ്ണ് പതുക്കെ ചെറുതായിട്ടൊന്ന് ചുരുക്കുമായിരുന്നു. साथ साथ धीमी आवाज में वह कुछ गुनगुनाने भी लगता. ഒപ്പം അവൻ ചെറിയ ശബ്ദത്തിൽ ഒരു മൂളിപ്പാട്ടും പാടുമായിരുന്നു. उसके चारों और दूसरे संगतराश भी अपने अपने काम में डूबे हुए थे. അവൻ്റെ നാല് ചുറ്റും മറ്റ് സംഗതരാശ്, മറ്റു കൊത്തുപണിക്കാരും അവരുടെ പണിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. केशव 10 साल का था और अभी अपना काम सीख ही रहा था. കേശവന് 10 വയസ്സായിരുന്നു. അവൻ്റെ പണി പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ. पिता के एक बार कर देने पर वह सीधी लकीरों वाले और घुमावदार डिजाइन्स उकेर सकता था. അച്ഛൻ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി അവന് ഈ സീതിയിലൊക്കെ ഒരു നേർരേഖയിലുള്ളതും ഗുമാവ് എന്ന് പറഞ്ഞാൽ വളഞ്ഞ ഡിസൈനുകളും കൊത്തിയെടുക്കാൻ, ഉക്കേർനാവ് എന്ന് പറഞ്ഞാൽ കൊത്തിയെടുക്കാൻ കഴിയുമായിരുന്നു. अब तक उसने नक्काशी का जो भी काम किया था उनमें से इन घंटियों को बनाना ही सबसे ज्यादा मुश्किल था. ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഈ മണികൾ ഉണ്ടാക്കുന്നതായിരുന്നു ഏറ്റവും പ്രയാസകരമായ പണി. केशव जानता था कि एक दिन तो ऐसा जरूर आएगा जब वह बहुत बारीक जालियां, महीन नफीस बेल बूटे, कमल के फूल, लहराते हुए सांप और इटलाकर चलते हुए घोड़े सब पत्थर पर उकेर पाएगा. ठीक उसी तरह जैसे उसके पिता बनाते हैं. അവനറിയാമായിരുന്നു ഒരു ദിവസം അവൻ്റെ അച്ഛൻ ഉണ്ടാക്കുന്നത് പോലെ അവനും വളരെ ബാരിക് ജാലിയ, വളരെ തിന്നായിട്ടുള്ള അഴികൾ, മഹീൻ നഫീസ്, വളരെ നേരിയതും സുന്ദരവുമായ, നഫീസ് എന്ന് പറഞ്ഞാൽ മനോഹരവുമായ ബേൽബൂട്ടെ, വള്ളിച്ചെടികളും, കമൽ കെ പൂൽ, താമരയുടെ പൂവ്, ലഹരാത്തെ ഹുയ സാമ്പ്, ആടുന്ന പാമ്പ്, ഇടലാക്കർ ചലത്തെ ഹുയ തൊഗോടെ, വളരെ പ്രൗഢിയോടെ നടക്കുന്ന കുതിര, ഇവയെല്ലാം കല്ലിൽ കൊത്തിയെടുക്കണമെന്ന് അവന് ഒരിക്കൽ ചെയ്യേണ്ടി വരുമെന്ന് അറിയാമായിരുന്നു. कई साल पहले जब
वह पैदा भी नहीं हुआ था, उसके माता पिता गुजरात से आगरे आकर बस गए थे. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അവൻ ജനിക്കുന്നതിന് തന്നെ മുന്നേ അവൻ്റെ അച്ഛനും അമ്മയും ഗുജറാത്തിൽ നിന്ന് ആഗ്രയിൽ വന്ന് താമസമാക്കിയവരായിരുന്നു. बादशाह अकबर उस वक्त आगरे का किला बनवा रहे थे और केशव के पिता को यही काम मिल गया. ബാദ്ഷാ അക്ബർ ചക്രവർത്തി ആ സമയത്ത് ആഗ്ര കോട്ട നിർമ്മിക്കുകയായിരുന്നു. കേശവൻ്റെ അച്ഛന് ആ പണിയാണ് അപ്പോൾ കിട്ടിയത്. केशव का जन्म भी आगरे में ही हुआ था. കേശവൻ ജനിച്ചതും ആഗ്രയിലാണ്. उसे गुजरात के पुश्तैनी गांव में जाने का तो कभी मौका ही नहीं मिला. അവന് ഗുജറാത്തിലെ പുഷ്തൈനിക പൈതൃക ഗ്രാമത്തിലോട്ട് പോകുന്നതിനുള്ള അവസരമേ കിട്ടിയില്ല. പുഷ്തൈനി എന്ന് പറഞ്ഞാൽ പൈതൃകം, പാരമ്പര്യമായ. आगरे की गलियां और सब सिकरी बस यह उनका घर था. ആഗ്രയുടെ തെരുവുകളും ഇപ്പോൾ സിക്രിയും ഫത്തേപൂർ സിക്രിയും ഇത്രയാണ് അവൻ്റെ ഇപ്പോഴത്തെ വീട്. അതിന് പുറത്ത് ഒരിടം പോയിട്ടില്ല. चारों ओर हो रही चैनी हथौड़ों की टक टक खटखट के बीच केशव को किसी के कदमों की आहट भी न सुनाई पड़ी. നാല് പാടുമുണ്ടാകുന്ന ഈ ചുറ്റുകയുടെയും ഉള്ളിയുടെയും ശബ്ദം കാരണം മറ്റ് ശബ്ദങ്ങളൊന്നും അവന് കേൾക്കാൻ പറ്റില്ല. അങ്ങനെ കദമോങ്കി ആഹട്ട്, കാൽച്ചുവടിൻ്റെ ശബ്ദവും കേൾക്കാൻ കഴിഞ്ഞില്ല. इसीलिए अचानक कानों में एक आवाज पड़ने पर वह चौंक गया. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെവിയിൽ ഒരു ശബ്ദം കേട്ടപ്പോൾ അവൻ ഒന്ന് ഞെട്ടി. माशा अल्लाह, यह घंटी कितनी सुंदर है, तुमने यह खुद बनाई है? മാഷാള്ള എന്ന് പറഞ്ഞാൽ അതിശയത്തോടെ ആരോ ചോദിക്കുകയാണ്, ഈ ഘണ്ടിയ കിത്നി സുന്ദർ, എത്ര മനോഹരമായ മണികളാണിത്, ഇത് നീ സ്വയം ഖൂദ് ബനായിയെ, സ്വയം ഉണ്ടാക്കിയതാണോ? पीछे मुड़कर केशव ने आंखें उठाई तो उसे एक आदमी दिखा. പീച്ചെ മുടുക്കർ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ പുറകിൽ ഒരാളെ കണ്ടു. बेशक मैंने ही यह घंटी बनाई है. നിസ്സംശയം ഞാൻ തന്നെയാണ് ഈ മണികൾ ഉണ്ടാക്കിയത്. क्या मैं आपको पत्थर पर नक्काशी करते नजर नहीं आ रहा? ഞാൻ ഈ കല്ലുകൾ കൊത്തുപണി ചെയ്യുന്നത് അങ്ങക്ക് കാണാൻ കഴിയുന്നില്ലേ? देखते नहीं, मैं ही पत्थर को तराश रहा हूँ. കണ്ടുകൂടെ, ഞാനാണ് കല്ലിൽ കൊത്തുപണി ചെയ്യുന്നത്. केशव ने बड़ी तल्खी से जवाब दिया. കേശവ് ഒന്ന് കടുപ്പിച്ച് മറുപടി പറഞ്ഞു. തൽക്കി എന്ന് പറഞ്ഞാൽ ബിറ്റർ. दिखता तो है, पर तुम इतने छोटे लगते हो ना. वह आदमी हंसते हुए बोला. കാണാം, പക്ഷെ നീ ചെറിയൊരു കുട്ടിയല്ലേ. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. मैं 10 साल का हूँ. 10 വയസ്സാണ് അവനെന്ന് അവൻ പറഞ്ഞു മറുപടി. 10? अच्छा. वह आदमी पास पड़े पत्थर पर बैठते हुए बोला, तब तो काफी बड़े हो. 10 വയസ്സ് എന്നാൽ പിന്നെ ഇന്ന് വളരെ വലുതാണല്ലോ ഒന്ന് ഒരു ചിരിയോടുകൂടി അദ്ദേഹം പറഞ്ഞു. मैंने भी 13 साल की उम्र में एक लड़ाई में हिस्सा लिया था. ഞാനും 13ാമത്തെ വയസ്സിൽ 13 സാൽക്ക് ഉമർമേ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. വിസാലേന പങ്കെടുക്കുക. अब केशव उस आदमी को अच्छी तरह देख पा रहा था. മുന്നിൽ വന്നിരുന്നത് കാരണം അവന് അദ്ദേഹത്തെ നല്ലവണ്ണം കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. उसकी उम्र रही होगी 30 से ऊपर. कद मंझोला था. അദ്ദേഹത്തിൻ്റെ പ്രായം 30ഓളം വരും, 30ൽ മുകളിൽ വരും. കത് മഞ്ചോലാത്ത, ഉയരം ഏകദേശം മീഡിയം ആയിരുന്നു, ഇടത്തരം. वह सफेद आगरखा और पायजामा पहने हुए था.
അദ്ദേഹം വെള്ള അംഗവസ്ത്രവും ഒരു പൈജാമയുമാണ് അണിഞ്ഞിരുന്നത്. उसके लंबे बाल गहरे लाल रंग के पगड़ी में अच्छी तरह से ढके हुए थे. നീളമുള്ള മുടി ആ ചുവന്ന ഒരു പകിടിയുടെ ഉള്ളിൽ ഇങ്ങനെ ചുരുട്ടി നല്ല കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. लगता है कोई बहुत बड़ा आदमी है. ലഗ്ത എന്ന് പറഞ്ഞാൽ തോന്നുന്നത് ഏതോ വലിയ മനുഷ്യനാണെന്നാണ് തോന്നുന്നത്. केशव ने उस आदमी को गले में पड़ी बड़ी बड़ी मोतियों की माला और उंगली में अंगूठियों को देखते हुए सोचा. അവൻ ആലോചിക്കുകയാണ് കയ്യിൽ കിടക്കുന്ന മോതിരം, ഉംഗിലി എന്ന് പറഞ്ഞാൽ വിരലിലെ മോതിരം, ഉംഗിലിയം വിരലിലെ മോതിരവും ഗലേമേ കഴുത്തിൽ കിടക്കുന്ന മുത്തുമാലകളും, വലിയ മുത്തുമാലകളും കണ്ടിട്ട് അവൻ അങ്ങനെ ആലോചിക്കുമായിരുന്നു. तीखी नाक, बड़ी बड़ी आंखें, होठों से ढकते हुए नीचे की तरफ आते घने मूंछ. തീക്കി നാക്ക് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് നോസ്, വളരെ കൂർത്ത മൂക്ക്, വെടി അങ്കെ വലിയ കണ്ണുകൾ, ഹോട്ട് എന്ന് പറഞ്ഞാൽ ചുണ്ടുകളെ ടക്തെ പോയ കവർ ചെയ്ത് നീച്ചേക്ക് തരവ് താഴോട്ട് വരുന്ന ഖനി മൂച്ച്, വളരെ കട്ടിയുള്ള മീശ. केशव उस आदमी के व्यक्तित्व का मुआयना कर ही रहा था कि तभी उस आदमी ने एक नक्काशी की तरफ इशारा करते हुए कहा, इस लड़ी में अभी काफी काम बाकी है. കേശവ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മുആയിന, നിരീക്ഷണം ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഒരു നക്കാശി, ഒരു കൊത്തുപണി ചെയ്തിരിക്കുന്ന അതിൽ ചൂണ്ടി ചോദിച്ചു, ഇസ് ലഡ്ഡിമേ, ഈ കൂട്ടി വെച്ചിരിക്കുന്ന മണികൾ, ലഡ്ഡി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ കൂട്ടി ചങ്ങലയായി വെച്ചിരിക്കുന്നത്, അബി കാഫി കാം ബാക്കിയ, അപ്പോൾ ഒരുപാട് പണി ഇനി ബാക്കിയുണ്ടല്ലോ. इससे पहले कि केशव कोई जवाब देता, उसने किसी के तेजी से दौड़ने आने की आवाज सुनी. കേശവ് ഉത്തരം കൊടുക്കുന്നതിന് മുമ്പേ ആരോ വളരെ വേഗത്തിൽ ഓടി വരുന്ന ഒരു ശബ്ദം കേട്ടു. यह और कोई नहीं, महल का पहरेदार था. അത് മറ്റാരുമല്ലായിരുന്നു, മഹലിൻ്റെ കൊട്ടാരത്തിൻ്റെ കാവൽക്കാരനായിരുന്നു. हुजूर माफ करे. മാപ്പാക്കിയാലും രാജാവ്, ഹുസൂർ, मुझे आपके आने का पता ही नहीं चला. അങ്ങ് വരുന്നത് ഞാൻ അറിഞ്ഞതേയില്ല. हाँफते हुए उसने कहा. വളരെ കിതച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഓടി വന്നതിൻ്റെ കിതപ്പ് കാരണം. फिर वह मुड़कर भोचक से खड़े केशव को घूरते हुए बोला. എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞ് അമ്പരന്ന് നിൽക്കുന്ന കേശവനെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, बेवकूफ, खड़ा हो. हुजूर आला के सामने बैठने की जरूरत कैसे की तूने? झुककर सलाम करेंगे. ബേവക്കൂഫ് എന്ന് പറഞ്ഞാൽ മണ്ട, നീ നിൽക്കുകയാണോ, എണീറ്റ് നിൽക്കൂ. ഹുസൂർ ആലാക്ക്, രാജാവിന് മുന്നിൽ ഇരിക്കുന്നതിനുള്ള ധൈര്യം നീ എങ്ങനെ കാണിച്ചു? ജുക്കർ എന്ന് പറഞ്ഞാൽ കുനിഞ്ഞ് അദ്ദേഹത്തെ വണങ്ങാനായിട്ട്, നമസ്കരിക്കാനായിട്ട്. ഇത് കേട്ടപ്പോൾ കേശവൻ്റെ തല ചുറ്റി. മാതാ എന്ന് പറഞ്ഞാൽ നെറ്റി, മാതാ ടൻക എന്ന് പറഞ്ഞാൽ തല പെരുത്തു. ഇപ്പം അവന് എന്തൊക്കെ കാര്യം മനസ്സിലായി, ആരാണിതെന്നുള്ളത്. बधवासी के चैनी हाथ से छूटकर नीचे गिरी और वह जल्दी से उठकर खड़ा हो गया. ബദവാസി എന്ന് പറഞ്ഞാൽ വെപ്രാളത്തിൽ അവൻ്റെ കയ്യിൽ നിന്ന് ഉളി താഴെ വീണു. അത് പെട്ടെന്ന് അവൻ എടുത്തിട്ട് എണീറ്റ് നിന്നു. अरे ये कहीं बादशाह अकबर तो नहीं? അവൻ ആലോചിക്കും, അയ്യോ ഇത് അക്ബർ ചക്രവർത്തി അല്ലേ എന്ന്. यह ख्याल आते ही उसने झुककर सलाम किया और खरगोश की सी
को कोतर नजरों से अकबर को देखने लगा. ഈ തോന്നലുണ്ടായി, ഖയാൽ എന്ന് പറഞ്ഞാൽ തോന്നലുണ്ടായപ്പോൾ തന്നെ അവൻ പെട്ടെന്ന് കുനിഞ്ഞ് അദ്ദേഹത്തെ വണങ്ങി. ഒപ്പം ഖർഗോഷ് കെ തരഫ്, മുയലിനെ പോലെ കാതർ നസറും സെ, വളരെ പേടിച്ച കണ്ണുകളോടെ അക്ബറിനെ നോക്കി. अकबर को पहरेदार की यह दखलंदाजी भली न लगी. അക്ബറിന് കാവൽക്കാരൻ്റെ ഈ ദഖലന്താജി, ഇടപെടൽ ഫലീനെ ഇഷ്ടപ്പെട്ടില്ല. उन्होंने खींचकर पहरेदार को वहां से जाने का इशारा देते हुए कहा, ठीक है सिपाही, कुछ देर के लिए हमें अकेला छोड़ दो. അദ്ദേഹം ശകാരത്തോടെ കാവൽക്കാരനോട് പോകാനായിട്ട് ആംഗ്യം കാണിച്ചു കൊണ്ട് പറഞ്ഞു, ശരി ശിപ്പായി, കുറച്ചു നേരത്തേക്ക് ഞങ്ങളെ തനിയെ വിടൂ. पहरेदार तो चला गया, मगर केशव असमंजस में था कि उसे क्या करना चाहिए. പഹരേദാർ കാവൽക്കാരൻ പോയി, പക്ഷേ കേശവൻ ഇപ്പോഴും ഒരു പ്രതിസന്ധിയിലായിരുന്നു. അസമഞ്ജസ് എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി, ഡിലമയിലായിരുന്നു. कि उसे क्या करना चाहिए, എന്ത് ചെയ്യണമെന്നറിയാതെ ഡിലമയിലായിരുന്നു. वापस अपने नक्काशी के काम शुरू करे या बादशाह के हुक्म के इंतजार में खड़े रहे. തൻ്റെ പണി വീണ്ടും തുടങ്ങണോ അതോ ബാദ്ഷാ പറയുന്ന ഓർഡറിന് വേണ്ടിയിട്ട് കാത്തിരിക്കണോ, പ്രതീക്ഷ വയ്ക്കണമെന്ന്. दिल तो उसका अभी भी धक धक कर रहा था. അവൻ്റെ ഹൃദയം ഇപ്പോഴും ടക് ടക് എന്ന് പറഞ്ഞിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. हाँ, पर अब वह डरा हुआ नहीं था, क्योंकि अकबर प्यार से उसे देखे हुए मुस्कुरा रहा था. ഇപ്പം പക്ഷെ അവന് ആ പേടിയില്ലായിരുന്നു, ഡരാവാനായത്. ക്യോങ്കി അക്ബർ അവനെ വളരെ സ്നേഹത്തോടെയുള്ള ഒരു നോട്ടത്തിൽ നോക്കി ചിരിക്കുകയായിരുന്നു. तुम्हारा नाम क्या है? अकबर ने नरम आवाज में पूछा. പേരെന്താണെന്ന് വളരെ മൃദുവായ ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ചു. केशव, उसने नपातुला आवाज जवाब दिया. കേശവ് എന്ന് അവൻ ഒരു അളർന്നു കുറിച്ച് മറുപടി പറഞ്ഞു. केशव, क्या तुम मुझे नक्काशी करनी सिखाओगे? കേശവനോട് ചോദിക്കുകയാണ് അദ്ദേഹത്തെ നക്കാശി കൊത്തുപണി ചെയ്യാൻ പഠിപ്പിക്കുമെന്ന്. उलझन में पड़े केशव ने तुरंत सिर हिला दिया. കൺഫ്യൂഷൻ, ഉൽജൻ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷനിലായിരുന്ന കേശവ് പെട്ടെന്ന് ഉടനെ തന്നെ തല കുലുക്കി. तब तो तुम्हें मेरे लिए हथौड़े और चैनी का भी इंतजार करना होगा. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു ചുറ്റികയും ഉളിയും അറേഞ്ച് ചെയ്യേണ്ടി വരും. केशव फुर्ती से अपने पिता के पास भागा गया और उसका चैनी हथौड़ा उठाकर उल्टे पाव लौट आया. കേശവ് പെട്ടെന്ന് അച്ഛൻ്റെ അടുത്തേക്ക് ഓടി, എന്നിട്ട് അച്ഛൻ്റെ ചേനി ഹത്തോടെ എടുത്തിട്ട് ഉൾട്ടെ പാവ് പോയ സ്പീഡിൽ തിരിച്ചു വന്നു. ഉൾട്ടെ പാവ് ലോട്ടന എന്ന് പറഞ്ഞാൽ പോയ സ്പീഡിൽ തിരിച്ചു വരിക. दस्ताना अंदाज में अकबर केशव के पास जमीन में बैठे गए और पास में पड़े पत्थर को खींचते हुए बोले. ദോസ്താന അന്താസ് എന്ന് പറഞ്ഞ ഒരു സൗഹൃദ ഭാവത്തോടെ അദ്ദേഹം കേശവൻ്റെ അടുത്തിരുന്ന് ഒരു കല്ലിനെ ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ജമീൻ മേ ബൈഠ്, തറയിലാണ് ഇരുന്നത് അദ്ദേഹം. ठीक है, अब बताओ कि मुझे क्या करना है. ശരി, ഇപ്പോൾ നീ ഇനി പറ, ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് പണി പറഞ്ഞു തരാനായിട്ട്. केशव ने संदेह भरी नजरों से अकबर की ओर देखा. हुजूर, क्या आप यह काम करेंगे? കേശവ് ഇപ്പോഴും സന്ദേഹത്തിലായിരുന്നു. സന്ദേഹപരി നസറല്ലേ സംശയത്തോടെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഈ പണിയെല്ലാം അങ്ങ് ചെയ്യുമോ എന്ന്. क्यों नहीं,
है कि मैं यह सीख ही लूंगा। എന്തുകൊണ്ട് എന്തുകൊണ്ട് പറ്റാത്തത്? എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ഇതെല്ലാം പഠിച്ചെടുക്കുമെന്ന്. नहीं नहीं, मेरा मतलब यह नहीं था। केशव सकपका गया। ഒരു ചൊടിപ്പോടെ അവൻ പറഞ്ഞു, അങ്ങനെയല്ല ഞാൻ അർത്ഥമാക്കിയതെന്ന്. दरअसल मैं कहना चाहता था कि आप इतने बड़े बादशाह हैं, यह ठीक नहीं लगता। ദരാസൽ യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ ഖാന ചാത്തത, ഞാൻ പറയാൻ ആഗ്രഹിച്ചത് അങ്ങ് ഇത്രയും വലിയ ചക്രവർത്തി ഈ പണി ചെയ്യുന്നത് ശരിയല്ല, ശരിയായി തോന്നുന്നില്ല എന്ന്. उसने कुछ अनमने भाव से कहा. അവനൊരു മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു. ഇത്രയും അന്മന ഭാവം എന്ന് പറഞ്ഞാൽ മനസ്സില്ലാ മനസ്സോടെ, ഒരു ഉദാസഭാവത്തിൽ. अकबर हंस कर बोला, अच्छा लेकिन पिछले हफ्ते तो मैंने मिट्टी से भरे दलिया टोली में किसी की मदद की थी. അക്ബർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഞാൻ കിസിക്കോ മിട്ടി സെ വരെ ഡലിയ ഡോനേമേ, ഡലിയ എന്ന് പറഞ്ഞാൽ ബാസ്ക്കറ്റ്, ഡോനെ എന്ന് പറഞ്ഞാൽ ക്യാരി കർണ, ബാസ്ക്കറ്റ് കുട്ട ചുമക്കുന്നതിന്, മണ്ണ് നിറച്ച കുട്ട ചുമക്കുന്നതിന് ഞാൻ ആരെയോ സഹായിച്ചിട്ടുണ്ടായിരുന്നു. മദത് കർണ സഹായിച്ചിട്ടുണ്ട്. ഈ പണി അതിനെക്കാട്ടും പ്രയാസമുള്ളതാണോ എന്ന്. കേശവ് अभी भी असमंजस की स्थिति में था. കേശവ് ഇപ്പോഴും ഒരു പ്രതിസന്ധിയിലായിരുന്നു. वह अकबर के पास बैठा गया और उन्हें चैनी पकड़ने का सही तरीका सिखाने लगा. അവൻ അക്ബറിൻ്റെ അടുത്തിരുന്നിട്ട് ഉളി പിടിക്കാനുള്ള ശരിയായ രീതി പറഞ്ഞു കൊടുത്തു. फिर जैसे ही केशव के पिता ने उसे सिखाया था, उसने कोयले के टुकड़े से पत्थर पर लकीरों खींचकर एक आसान सा नमूना बनाया और गंभीरता से कहा. ഫിർ എന്നിട്ട് കേശവൻ്റെ അച്ഛൻ അവനെ പഠിപ്പിച്ച പോലെ തന്നെ ഒരു കൊയിലയുടെ കരിക്കട്ടയുടെ കഷ്ണം എടുത്തിട്ട് ലക്കീരൻ വര വരച്ചിട്ട് അങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തു. ഇങ്ങനെയാണ് ഈ വരയിലൂടെ ഇത് കൊത്തുപണി ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഗംഭീരദാസ വളരെ ഗൗരവത്തോടെ പറഞ്ഞു. നമുന എന്ന് പറഞ്ഞാൽ മാതൃക വരച്ച് കാണിച്ചു കൊടുത്തു. इन्हीं लकीरों को बहुत ध्यान से तराशना है. अकबर ने पत्थर पर चैनी रखी और जोर से हथौड़े से वार किया, जिससे कटाव ज्यादा गहरा हो गया. അവൻ പറഞ്ഞു, സിർഫ് എന്ന് പറഞ്ഞാൽ കേവലം ആ വരകളിൽ മാത്രം വളരെ ശ്രദ്ധയോടെ കൊത്തണമെന്ന്. അക്ബർ ആ കല്ലിൽ ഉളി വെച്ചിട്ട് വളരെ ശക്തമായിട്ട് അടിച്ചു. അത് കാരണം ആ കട്ടിങ് കുറച്ച് ആഴത്തിലുള്ളതായി. കേശവ് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ തെറ്റ് കണ്ടുപിടിച്ചു. ചുറ്റിക വളരെ പതുക്കെ അടിക്കണം, മെല്ലെ അടിക്കണമെന്ന്, അങ്ങനെയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തത്. उसने करके दिखाया और हाँ, अपनी आंखें थोड़ी नीच कर रखना, वरना खींचे उड़कर आंखें में चली जाएगी. अपनी आंखें കണ്ണ് കുറച്ച് അടച്ചു വെക്കണം, ഇമ കുറച്ച് അടച്ചു വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കഷ്ണങ്ങൾ തെറിച്ച് വന്നിട്ട് കണ്ണിൽ വീഴും. അക്ബർ മുസ്കുരായ, ജി ഹുസൂർ. അദ്ദേഹം ചിരിച്ചുകൊണ്ട് ശരിയെന്ന് പറഞ്ഞു. ജവാബ് में केशव भी मुस्कुरा उठा. അവനും ചിരിച്ചു. वह लगभग भूल ही गया था कि उसके बगल में बैठा यह व्यक्ति
हिंदुस्तान का बादशाह है। അവൻ ലഗ്ഭഗ് ഏകദേശം ഭൂൽ ഗയ മറന്നു തന്നെ പോയി അവൻ്റെ ബഗൽമേം അടുത്തിരിക്കുന്ന ആൾ ഹിന്ദുസ്ഥാൻ്റെ ചക്രവർത്തിയാണെന്നുള്ള കാര്യം. एक अनाड़ी के वयस्क पर अपने काम की धोल जमाने में उसे मजा आ रहा था. एक അനാഡീസ് അൺസ്കിൽഡ് ആയിട്ടുള്ള പണി അധികം അറിയാത്ത ആളിനെ വയസ്ക് മുതിർന്ന ആളിനെ അവനെ കാംകി താക്ചമാണ് അവൻ്റെ കഴിവ് കാണിച്ചു കൊടുക്കുന്നതിന് അവന് രസകരമായി തോന്നി. वह बड़े ध्यान से देख रहा था कि अकबर किस तरह लकीरों को उकेर रहा है. അവൻ വളരെ ശ്രദ്ധയോടെ നോക്കിയായിരുന്നു അക്ബർ എങ്ങനെയാണ് വരച്ചിട്ടിരിക്കുന്നത് കൊത്തിയെടുക്കുന്നത്, കൊത്തി മാറ്റുന്നത്. बादशाह से जरा सी भी चूक हो जाने पर फौरन उसकी त्योरिया छाट जाता. രാജാവിന് കുറച്ച് തെറ്റ് പറ്റിയാൽ തന്നെ അവൻ ചൂക്കെന്ന് പറഞ്ഞാൽ തെറ്റെന്തെങ്കിലും പറ്റിയാൽ ഉടനെ തന്നെ ഫോറൻ ഉസ്കി തോരിയം ചടിച്ചാക്കി അവന് പെട്ടെന്ന് ദേഷ്യം വരും. തോരിയം ചടിച്ചാൽ ദേഷ്യം വരുവാന്ന്. काम करते करते अकबर पूछ बैठता, केशव सही नहीं है क्या? പണി ചെയ്തുകൊണ്ട് അദ്ദേഹം ഇടയ്ക്ക് ചോദിക്കും ശരിയായില്ലേ എന്ന്. और केशव सिर हिलाकर अपनी असमति जता देता. കേശവ് തല കുലുക്കിക്കൊണ്ട് ഇല്ല ശരിയായില്ല, അസമ്മതി എന്ന് പറഞ്ഞാൽ അസമ്മതം പറയും. അസമ്മതം എന്ന് പറഞ്ഞാൽ ശരിയായില്ല എന്ന് പറയുന്നു. अकबर इत्मीनान से बैठ गया और केशव का काम करते हुए देखने लगा. അക്ബർ ഇത്മിനാൻ എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ, തൃപ്തിയോടെ അങ്ങനെ ഇരുന്നു. എന്നിട്ട് കേശവ് പണി ചെയ്യുന്നത് അദ്ദേഹം നോക്കി. अपने काम में खोए हुए उन दोनों को इस बात का एहसास नहीं हुआ कि आसपास मौजूद दूसरे संगतराश उन्हें बड़े सौतूल से देख रहे हैं. അവരുടെ പണിയിൽ മുഴുകിയിരുന്ന അവർ രണ്ടുപേർക്കും യഹസാസ് ഈ തോന്നലുണ്ടായില്ല. യഹസാസ് എന്ന് പറഞ്ഞാൽ തോന്നൽ ഉണ്ടായില്ല. അവരുടെ ആസ്പാസ് ചുറ്റുപാടും ഉണ്ടായിരുന്ന മൗജൂദ് എന്ന് പറഞ്ഞാൽ പ്രസൻ്റ് ആയിരുന്നുള്ള മറ്റ് കൊത്തുപണിക്കാർ അവരെ വളരെ കൗതുകത്തോടെ ക്യൂരിയോസിറ്റിയോടെ നോക്കിയാണെന്നുള്ള കാര്യം അവർ മറന്നുപോയി. ഇത്രയും അങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു. കാമെ ഖോയെ അവരുടെ ജോലിയിൽ ലയിച്ചിരിക്കുകയായിരുന്നു. अकबर ने गौर किया कि केशव पत्थर पर बने नमूने को ही नहीं तराश रहा था. അക്ബർ ഗൗർ കിയ ശ്രദ്ധിച്ചു. കേശവ് കല്ലിൽ ഉണ്ടാക്കി വരച്ചിട്ടിരിക്കുന്ന മാതൃക മാത്രമല്ല കൊത്തി പണി ചെയ്യുന്നത്, ബൽക്കി अपनी तरफ से भी उनमें कुछ जोड़ रहा था, जैसे वह डिजाइन ज्यादा खूबसूरत लग रहा था. അവൻ അതിൽ വരച്ചിട്ടിരിക്കുന്ന അത്ര മാത്രമല്ല ചെയ്തുകൊണ്ടിരുന്നത്, അതിൽ കുറച്ച് എക്സ്ട്രാ അവൻ്റെ കയ്യിൽ നിന്ന് ഇടുന്നുണ്ടായിരുന്നു. അത് കാരണം അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് വരുന്നു. മനോഹരമായി ഡിസൈൻ കൂടുതൽ മനോഹരമായി മാറി. लड़के के काम करने के अंदाजे को देखकर अकबर ने धीमे से कहा. അവൻ ജോലി ചെയ്യുന്ന രീതി, അന്താസ് എന്ന് പറഞ്ഞ രീതി നോക്കിയിട്ട് അദ്ദേഹം കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു, വളരെ ചെറിയ സ്വരത്തിൽ. ധീമ എന്ന് പറഞ്ഞ മെല്ലെ. केशव देखना, एक दिन तुम बड़े फनकार बनोगे. നീ നോക്കിക്കോ, നീ ഒരു ദിവസം വളരെ വലിയ ഒരു കലാകാരനായി മാറും. हो सकता है कि एक दिन तुम मेरे कारखाने में काम करो. അന്ന് നീ എൻ്റെ പണിശാല, കാർഖാന ഫാക്ടറി പണിശാലയിൽ പണി ചെയ്യുന്നു. कारखाना? कैसा कारखाना? എങ്ങനത്തെ പണിശാല എന്നാണ് ചോദിക്കുന്നത്. बस
तैयार हो जाए और लोग आगरे से आकर यहाँ रहने लगे। ഒന്ന് ഈ കൊട്ടാരം പണി കംപ്ലീറ്റ് ആയതിനു ശേഷം ആഗ്രയിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങുമ്പോൾ तब मैं कारखाने बनवाऊंगा। തുടങ്ങുന്ന ആ സമയത്ത് ഞാനിവിടെ പണിശാലകൾ നിർമ്മിക്കും. इन कारखाने में मेरा सख्ताना के सभी बढ़िया फनकार और शिल्पकार काम करेंगे। ആ പണിശാലകളിൽ അദ്ദേഹത്തിൻ്റെ സൽത്താനത്ത് എന്ന് പറഞ്ഞാൽ സുൽത്താനത്ത് സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ കലാകാരന്മാരും ശില്പകാരും പണി ചെയ്യും. चित्र बनाने वाले कलाकारों गलीचों के बुनकर संगतराश पत्थर का लकड़ी पर नकाशी करने वाला शिल्पी सभी वहाँ काम करेंगे. ചിത്ര ബനാനെ വാല ചിത്രകാരന്മാർ ഗലീച്ചോം കെ ബുൻകർ, ഗലീച്ചോ എന്ന് പറഞ്ഞാൽ കാർപ്പറ്റ് ഉണ്ടാക്കുന്നവർ, സംഗതരാശ് മറ്റ് കൊത്തുപണിക്കാർ, കല്ലിലും ലക്കടി തടിയിലും കൊത്തുപണി ചെയ്യുന്നവർ, അങ്ങനെ പല ശില്പകാരും ഇവിടെ പണി ചെയ്യും. केशव का चेहरा चमक उठा. അവൻ്റെ മുഖം ഒന്ന് തിളങ്ങി. वह मुस्कुराते हुए बोला, मैं वहाँ जरूर काम करना चाहूँगा. അവൻ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും അവിടെ പണി ചെയ്യുമെന്ന്. अकबर उठ खड़े हुए. जाते हुए बड़े प्यार से केशव का कंधा थपथपाया और कहा, अच्छा बेटा, अपना काम जारी रखो. അക്ബർ എണീറ്റു. എന്നിട്ട് അദ്ദേഹം പോകുന്ന സമയത്ത് വളരെ സ്നേഹത്തോടെ അവൻ്റെ കഴുത്തിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, അച്ഛാ ബേട്ട. തപ്തപായ എന്ന് പറഞ്ഞാൽ ഒന്ന് തട്ടിയിട്ട് പറഞ്ഞു, അച്ഛാ ബേട്ട അപ്ന കാം ജാരി രഖോ, നിൻ്റെ പണി നീ കണ്ടിന്യൂ ചെയ്തോളൂ. हुजूर, क्या आप दोबारा आएंगे? केशव ने बड़े उत्साह से पूछा. അദ്ദേഹം വീണ്ടും വരുമോ എന്ന് അവൻ വളരെ ഉത്സുകത എന്ന് പറഞ്ഞാൽ ഉത്സാഹത്തോടെ ചോദിച്ചു. मैं जरूर आऊंगा केशव. തീർച്ചയായിട്ടും വരും അദ്ദേഹം പറഞ്ഞു. फिर तो पूरे दिन संगतराश के बीच केशव की धूम मची रही. ആ ദിവസം ഫിർത്തോ, അത് കഴിഞ്ഞതിന് ശേഷം പൂരേ ദിൻ ദിവസം മുഴുവനും മറ്റ് കൊത്തുപണിക്കാർക്കിടയിൽ അവൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ധൂം മച്ചിരയി. ധൂം മച്ചാനാന്ന് പറഞ്ഞാൽ വളരെ ഫെസ്റ്റിവൽ മൂഡിലായി. वह बार-बार बादशाह के हुए अपनी मुलाकात सबको सुनाता रहा. അപ്പം വീണ്ടും ബാദ്ഷായുടെ കൂടെ ഉണ്ടായ കൂടിക്കാഴ്ച എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നു. रात हो चली थी. केशव बहुत थका हुआ था, पर आंखों में नींद कहाँ. രാത്രിയായി. കേശവൻ വളരെ തക്കാവുക ക്ഷീണിച്ചിരുന്നു. പക്ഷേ കണ്ണിൽ അവൻ്റെ ഉറക്കം വരുന്നില്ലായിരുന്നു. वह धीरे से अपने पिता के बिस्तर में घुस गया. അവൻ പതുക്കെ അവൻ്റെ അച്ഛൻ്റെ കിടക്കയിലോട്ട് കയറി. पिता ने मुस्कुराकर कहा, तुम तो अभी से इतने प्रसिद्ध हो गए हो. അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇപ്പം തന്നെ വളരെ പ്രസിദ്ധനായല്ലോ. बादशाह सलामत ने कहा है कि मैं एक दिन बहुत बड़ा कलाकार बनूंगा. ബാദ്ഷാ അദ്ദേഹം ബഹുമാനത്തോടെ പറഞ്ഞിരിക്കുക, കഹാ കി ഏക് ദിൻ മേ ബഹുത് കലാകാർ ബനൂംഗ, അവൻ വളരെ വലിയൊരു കലാകാരനായി മാറുമെന്ന് പറഞ്ഞു. अपने सिर को पिता के बाहों के सहारे टिकाकर केशव धीरे से बोला. അവൻ്റെ തലയിൽ അച്ഛൻ്റെ കൈ എടുത്ത് ഇങ്ങനെ വെച്ച് അങ്ങോട്ട് തടവിച്ചിട്ട് അവൻ പതുക്കെ പറഞ്ഞു,
हमारे बादशाह बहुत ही नेक इंसान है। നമ്മുടെ ബാദ്ഷാ വളരെ നല്ല മനുഷ്യനാണ്. നേക്ക് ഇൻസാൻ നല്ല മനുഷ്യൻ. बिल्कुल सही। വളരെ ശരിയെന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞു. पिता ने कहा। ഉം. कुछ कुछ सोचकर केशव ने पूछा, बाबा एक बात बताइए, बादशाह के पास आगरे में एक से बढ़कर एक खूबसूरत महल है। അവൻ അച്ഛനോട് ചോദിക്കുകയാണ്, ചക്രവർത്തിക്ക് ആഗ്രയിൽ വളരെ മനോഹരമായ ഒന്നിനൊന്ന് മെച്ചമായ ഒന്നിനൊന്ന് മെച്ചമായ വളരെ മനോഹരമായ കൊട്ടാരങ്ങളുണ്ട്. फिर वह सिकरी में यह शहर क्यों बनवा रहे हैं? എന്നിട്ട് അദ്ദേഹം സിക്രിയിൽ, ഫത്തേപൂർ സിക്രിയിൽ ഈ പട്ടണം എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന്. पिता ने कुछ याद करते हुए शुरू किया, हाँ बेटा, बादशाह का आगरे में बहुत सुंदर शहर है. പിതാവ് എന്തോ ആലോചിച്ചിട്ട്, അവൻ്റെ അച്ഛൻ എന്തോ ആലോചിച്ചിട്ട് പറഞ്ഞു, അതെ, ബാദ്ഷായ്ക്ക് ആഗ്ര വളരെ സുന്ദരമായിട്ടുള്ള പട്ടണമാണ്. पर सिकरी में नया शहर बनवाने का भी एक खास कारण है. എന്നാൽ സിക്രിയിൽ, ഫത്തേപൂർ സിക്രിയിൽ പുതിയ പട്ടണം ഉണ്ടാക്കുന്നതിന് പ്രധാനമായിട്ടൊരു കാരണം ഉണ്ട്. ഖാസ് ഖബർ എന്ന പ്രധാനമായ കാരണമുണ്ട്. मैंने सुना है कि जब बादशाह अकबर की कोई संतानें नहीं थी, इस वजह से वह बहुत हर वक्त परेशान रहते थे. वह बहुत से साधु संतों और फकीरों से के पास गए. बढ़ते बादशाह ख्वाजा सलीम चिश्ती के पास सिकरी आए. ഞാൻ കേട്ടിരിക്കുന്നത് അക്ബറിന് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് ഈ കാരണത്താൽ അദ്ദേഹം വളരെ ടെൻഷനിലായിരുന്നു. പരേശാൻ എന്ന് പറഞ്ഞാൽ ടെൻഷനിലായിരുന്നു. ബഹുത് സെ സാധു സന്തോം ഓർ ഫക്കീരോസ്കെ പാസ് ഗയേ. അദ്ദേഹം പല സന്യാസിമാരുടെ അടുത്തും ഫക്കീർമാരുടെ അടുത്തൊക്കെ പോയി. ഫടക്തെ അവിടെ ഇവിടെയൊക്കെ കറങ്ങിയിട്ട് അവസാനം അദ്ദേഹം ഖ്വാജ സലിം ചിശ്തിയുടെ അടുത്ത് എത്തി. അത് സിക്രിയിൽ, ഫത്തേപൂർ സിക്രിയിലെ. उन्होंने ही बादशाह को बताया कि उसके एक नहीं तीन संतानें होगी. ഈ ഖ്വാജ സലിം ചിശ്തിയാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത്, ബാദ്ഷായ്ക്ക് ഒന്നല്ല മൂന്ന് പുത്രന്മാരുണ്ടാവുമെന്ന്. शाहजहां, सलीम, मुराद और दनियाल. केशव ने चाहते हुए कहा. കേശവ് കിളികളൊക്കെ ചിലയ്ക്കുന്ന പോലെ, ചാക്ന എന്ന് പറഞ്ഞാൽ ചിർപ്പി, കിളികളൊക്കെ ചിലയ്ക്കുന്ന പോലെ പെട്ടെന്ന് ചാടി അവൻ പറഞ്ഞു. അവനെ പേരറിയായിരുന്നതുകൊണ്ട് ഷാജാദ, സലിം, മുരാദോർ, ദനിയാലാണെന്ന് അവരുടെ 3 പേരുടെയും പേര് അവൻ വിളിച്ചു പറഞ്ഞു. बिल्कुल सही. तब बादशाह ने ख्वाजा सलीम चिश्ती के सम्मान के सिकरी में नगर बसाने की फैसला किया था. വളരെ ശരിയാണ്, ബിൽക്കുൽ സഹി, വളരെ ശരിയാണ്. അത് കാരണമാണ് ബാദ്ഷാ ഖ്വാജ സലിം ചിശ്തിക്ക് സമ്മാനം, ആ വ്യക്തിയുടെ ആദരവ് സൂചകമായി സിക്രിയിൽ പുതിയൊരു പട്ടണം നിർമ്മിക്കാനുള്ള ഫൈസല തീരുമാനിച്ചത്. केशव ने कहा, अब समझा. इसीलिए बादशाह अकबर ने अपने बेटे का नाम सलीम रखा है. കേശവ് പറഞ്ഞു, ഇപ്പം മനസ്സിലായി,
അത് കാരണമാണ് അക്ബർ അദ്ദേഹത്തിൻ്റെ പുത്രന് സലിം എന്ന പേര് വെച്ചത്. हाँ, और इसी कारण हम यहाँ एक नए शहर के लिए पत्थरों में तराश रहे हैं. ഇക്കാരണത്താൽ തന്നെയാണ് നയ ഷഹർ കെ ലിയെ പുതിയ പട്ടണം ഉണ്ടാക്കുന്നതിന് പത്തരവും കല്ലുകളിൽ കൊത്തുപണി ചെയ്യുന്നത്. केशव उनीदी आवाज में बोला. കേശവ് ഉറക്കത്തോടെ അങ്ങനെ ആദേ എന്ന് പറഞ്ഞു. പകുതി ഉറങ്ങി. पिताजी ने देखा तो उसका लाडला बेटा सो गया है. അവൻ്റെ അച്ഛൻ കണ്ടായിരുന്നു, അവൻ അദ്ദേഹത്തിൻ്റെ ഓമനപുത്രൻ ഉറങ്ങിയെന്ന്. ഇനി ഇതിലെ വേർഡ് മീനിങ്സ്. नन्हा फनकार, കുഞ്ഞു കലാകാരൻ. बुदबुदाई, പിറുപിറുക്കുക, മന്ത്രിക്കുക. जुड़ गया, യോജിക്കുക, കൂട്ടിച്ചേർക്കുക, ജോലിയിൽ മുഴുവൻ. ഇവിടെ अध्वनि अधूरी, അധുബനി എന്ന് പറഞ്ഞാൽ പകുതി നിർമ്മിച്ച. टिकाई, അധൂരി അപൂർണമായി. ടിക്കായി വയ്ക്കുക, താമസിക്കുക. नकाशी, നക്കാശി കൊത്തുപണി. कटाव, उभरना, വിടവ് കൂട്ടുക. चौकोर, ചതുരത്തിലുള്ള. चैनी हथौड़ा, ഉളിയും ചുറ്റികയും. घंटिया, മണികൾ. उकेरना, കൊത്തുപണി ചെയ്യുക. नोक, കൂർത്ത ഭാഗം. सावधानी पूर्वक, വളരെ ശ്രദ്ധയോടെ. वार, പ്രഹരിക്കുക, മർദ്ദിക്കുക. किरचे, ചെറിയ ചെറിയ കല്ലിൻ്റെ കഷ്ണങ്ങൾ. चित्रा जाती, ചിതറുക, സ്കാറ്റർ. आंखें सिकोड़ना, കണ്ണ് ചെറുതായി അടയ്ക്കുക, ചുരുക്കുക. धीमी आवाज, ചെറിയ ശബ്ദം. गुनगुनाना, മൂളിപ്പാട്ട് പാടുക. संदेश, संग तराश, കൊത്തുപണി ചെയ്യുന്നവർ. तराश, കൊത്തുപണി. सीधी लकीरों, നേർരേഖ. घुमावदार, ചുറ്റി വളഞ്ഞ. मुश्किल, കഠിനമായ. जरूर, തീർച്ചയായും. बारीक जालिया, ചെറിയ അഴികൾ. महीन नफीस, നേരിയതും മനോഹരവുമായ. बेल बूटे, വള്ളിച്ചെടികൾ. लहराते हुए, ആടി ഉലയുന്ന. इतलाकर चलना, പ്രൗഢിയോടെ നടക്കുക. व्यक्त, വക്ത് സമയം. किला, ഫോർട്ട് കോട്ട. पुश्तैनी गांव, പുസ്തൈനി എന്ന് പറഞ്ഞാൽ പൈതൃകം. ഇത് പുസ്തൈനികൾ പരമ്പരാഗതമായി കൊത്തുപണി ചെയ്തിരുന്ന ഗ്രാമം. गली, തെരുവ്. कदमों की आहट, കാൽ ചുവടിൻ്റെ ശബ്ദം. अचानक, പെട്ടെന്ന്. चौंक गया, ഞെട്ടുക. कद, ഉയരം, പൊക്കം. मंझोला, മധ്യത്തിൽ, ഇടത്തരം. आग रखा, നീളമുള്ള കുപ്പായം, അംഗവസ്ത്രം. तीखी नाक, ഷാർപ്പ് നോസ്. मुआयना, നിരീക്ഷിക്കുക, വീക്ഷിക്കുക. पहरेदार, കാവൽക്കാരൻ. भोक, भौचक सा, അതിശയത്തോടെ, അമ്പരപ്പോടെ. घूरते हुए, ടു സ്റ്റെയർ, തുറിച്ചു നോക്കുക. जुरत, സാഹസം. ഡയർ. झुककर, തലകുനിച്ച്. माथा, നെറ്റി. माथा टनका, ആശങ്കയിലാവുക. बधावासी में, വെപ്രാളത്തിൽ. कतार नजर, ഭയത്തോടെയുള്ള നോട്ടം. दखलदाजी, ഇടപെടൽ. असमंजस, പ്രതിസന്ധി. उठलाकर उलझन में पड़ना, ആശയക്കുഴപ്പത്തിലാവുക. इंतजाम, വ്യവസ്ഥ, ക്രമീകരണങ്ങൾ, അറേഞ്ച്മെൻറ്റ്സ്. फुर्ती से, വേഗത്തിൽ. सकपका गया, ഒരു ഞെട്ടൽ. दरअसल, വാസ്തവത്തിൽ, യഥാർത്ഥത്തിൽ. अनमने भाव, ഉത്സാഹമില്ലാതെ ഉദാസനായി, മനസ്സില്ലാ മനസ്സോടെ. डलिया धोने में, ടു ക്യാരി ബാസ്ക്, കുട്ട ചുമക്കുന്നതിന്. नमूना, മാതൃക. आहिस्ता से, മെല്ലെ.
मीचकर കണ്ണിൻ്റെ ഇമ വെട്ടുന്നത്. अनाड़ी ഇൻഎക്സ്പീരിയൻസ്ഡ് പണി അറിയാത്ത ആൾ. व्यस्क व्यस्क മുതിർന്ന ആൾ. धोख जमाना ധാക് ജമാന ഭയഭക്തി ഉണ്ടാക്കുക, സ്വാധീനിക്കുക. चूक തെറ്റ്. त्योरिया छाट जाना ദേഷ്യം വരിക. इत्मीनान से പ്രസന്നഭാവത്തോടെ, തൃപ്തിയോടെ, സാറ്റിസ്ഫൈഡ്. एहसास തോന്നൽ. कौतूल കൗതുകത്തോടെ, വിത്ത് ക്യൂരിയോസിറ്റി. कारखाना ഫാക്ടറി, പണിശാല. सल्तनत सल्तनत സാമ്രാജ്യം, കിങ്ഡം, രാജ്യം, സുൽത്താനത്ത്. गलीचा गलीचों के बुनकर കാർപ്പറ്റ് ഉണ്ടാക്കുന്നവർ. उत्साहता ഉത്സുകത, ആകാംക്ഷയോടെ. मुलाकात മീറ്റിംഗ്, കണ്ടുമുട്ടൽ. थका हुआ ക്ഷീണിച്ച, नींद ഉറക്കം. बिस्तर കിടക്ക. नेक इंसान നല്ല മനുഷ്യൻ. चहकते हुए ചിലച്ചുകൊണ്ട്, പക്ഷികളെ പോലെ ചിലച്ചുകൊണ്ട്. लाडला बेटा ഓമന പുത്രൻ. थैंक यू एंड सब्सक्राइब लाइक इट